ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. ഹോണ്ട ആക്റ്റീവ BS6 മോഡൽ ആക്റ്റീവയാണ് വണ്ടി. ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയാണ്. അപ്പോൾ സർവീസിനോടനുബന്ധിച്ച് 1-2 കംപ്ലയിൻസുകളും കൂടി പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഫ്രണ്ടിലത്തെ ഹാൻഡിൽ കവറിൻ്റെ ഭാഗത്തുനിന്ന്, സെൻറ്റർ കവറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ചെറിയൊരു സൗണ്ട് ഉണ്ട്. ഫ്രണ്ട് ഒരു ചാട്ടം പോലെ കാണിക്കുന്നുണ്ട്. പിന്നെ ഫ്രണ്ട് ടയർ, പഴയ ടയർ വെട്ടി തേങ്ങണേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ പുതിയ ടയർ കിടക്കണേ. അപ്പോൾ നമ്മൾ അതൊന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. സ്പീഡോമീറ്റർ വർക്കിംഗ് അല്ല, അപ്പോൾ അതിൻ്റെ കേസും നോക്കുന്നുണ്ട്. ഓയിൽ ചെക്ക് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പോൾ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ കണ്ടീഷൻ പറയാം. പിന്നെ വാട്ടർ സർവീസ് പറഞ്ഞിട്ടുണ്ട്. സീറ്റ് ലോക്ക് പ്രോപ്പറായിട്ട് വർക്ക് ആവണില്ല എന്നുള്ള കംപ്ലയിൻറ്റ് പറയുന്നത്. ബാക്ക് സൈഡിൽ നിന്നും അതിൻ്റെ ബോഡിയുടെ ഭാഗത്തുനിന്നൊക്കെ സൗണ്ട് കാണിക്കുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്നും ബാക്ക് സൈഡിൽ നിന്നും സൗണ്ട് അനുഭവപ്പെട്ടായിരുന്നു. ചാട്ടത്തിൻ്റെ കേസ് നമുക്ക് അങ്ങനെ ഒരു മേജറായിട്ടുള്ള പ്രോബ്ലം തോന്നുന്നുണ്ടായില്ല. ഫ്രണ്ട് ടയറിനകത്ത് എയർ പ്രഷർ കൂടുതലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു കംപ്ലയിൻ്റ് ആയിരിക്കാം. അതല്ലാണ്ട് വേറൊരു പ്രോബ്ലം നമുക്ക് ഫീൽ ചെയ്തില്ല. നമുക്ക് വണ്ടി വർക്കിന് വേണ്ടി കയറ്റിയിട്ടുണ്ട്. ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ലൈൻഡറൊക്കെ കമ്പനി ലൈൻഡർ, ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ തന്നെ കിടക്കണം. നമുക്ക് ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തതിന് ശേഷം നമുക്കൊന്ന് റീസെറ്റ് ആക്കിയെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ബാക്കിലത്തെ ടയറായാലും പുതിയ ടയർ കിടക്കണേ. അതേപോലെ ഹബിനായാലും വേറെ പറയത്തൊക്കെ കംപ്ലയിൻ്റ് കാര്യങ്ങളൊന്നുമില്ല. ശരിക്കും ഇത്ര ഗ്രിപ്പുള്ള ടയറൊന്നും നമ്മുടെ വണ്ടിക്ക് മേടിച്ചിടാതിരിക്കുക. കാരണം ഇത് കുറച്ചൊക്കെ കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നമുക്ക് വണ്ടി പാളിയിട്ട് വണ്ടി ഓടിക്കാൻ പറ്റില്ല. നമ്മുടെ ഫ്രണ്ടിൽ കിടക്കുന്ന മോഡലുണ്ടല്ലോ, ശരിക്കും അത് കമ്പനി വരുന്നത് ആ മോഡലാണ് നമുക്ക് കുറേ കൂടി പെർഫെക്റ്റായിട്ട് നമുക്ക് തോന്നിയിട്ടുള്ളൂ കേട്ടോ. കാരണം കസ്റ്റമറുടെ ഇപ്പോൾ ഒട്ടുമിക്ക കസ്റ്റമർ ഉപയോഗിക്കുമ്പോൾ അവർക്ക് നല്ലൊരു അഭിപ്രായം പറഞ്ഞത് ആ മോഡലാണ്. ഇതെന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചുകൂടി കഴിയുമ്പോഴത്തേക്കും വണ്ടി റഫായിരിക്കും ഓടിക്കാനായിട്ട്. അത് ആ കട്ടയുടെ പ്രശ്നമാണ്. മേടിച്ചേക്കണ സ്ഥിതിക്ക് ഉപയോഗിച്ച് തീർക്കുക. അതിന് ശേഷം മാറ്റി ഇടുമ്പോൾ ഇനിയായാലും മാറ്റുമ്പോൾ നമ്മൾ കമ്പനി സാപ്പർ മോഡൽ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇത് മോട്ടോ ഗ്രിപ്പാണ്. സാപ്പറാണ് ശരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. MRF ആയാലും സിയറ്റോ അപ്പോളോ ഏതെടുത്താലും സാപ്പർ പാറ്റേൺ യൂസ് ചെയ്യണമെന്ന് ഏറ്റവും ബെറ്റർ. പിന്നെ നമ്മൾ അതിൻ്റെ ഈ എയർ ഫിൽറ്റർ തുടങ്ങി ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. എയർ ഫിൽറ്ററിനകത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയുടെ പ്രസൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എയർ ഫിൽറ്റർ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കുന്നത്, തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. അതേപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ചിൽ വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കി, ബെൽറ്റ് കമ്പനി ബെൽറ്റാണ് കിടക്കുന്നത്, പുതിയ ബെൽറ്റാണ്, വലിയ പഴക്കമായിട്ടില്ല. അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം. വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടക്കം പറഞ്ഞ യൂണിറ്റാണ്. നോർമൽ സാധാരണ രീതിയിലുള്ള തേമാനൊക്കെ ഉള്ളൂ. ഈ ക്ലച്ച് യൂണിറ്റിൻ്റെ ഭാഗത്ത് നമ്മൾ ചെറിയൊരു ടൈറ്റ് പോലെ കാണിച്ചത് പ്രകാരം നമ്മൾ അത് ഫുള്ളായിട്ട് അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്ലച്ച് ഷൂ വരുന്ന ഭാഗത്ത് തന്നെ ഈ ഡാമ്പർ റബ്ബർ സെറ്റ് നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് ചതഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മാറ്റി ചേഞ്ച് ചെയ്തിട്ടേക്കാം. പിന്നെ അതുപോലെ നമ്മൾ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് ആക്സിലേറ്ററിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. പുതിയ കേബിളാണ് കിടക്കണം, വലിയ കുഴപ്പമില്ല. പിന്നെ അതേപോലെ സീറ്റ് ലോക്കിൻ്റെ കംപ്ലയിൻ്റ് ഉണ്ട്. സീറ്റ് ലോക്ക് ശരിക്കും പറഞ്ഞാൽ അത് നമ്മൾ കൃത്യമായിട്ട് അടയ്ക്കാത്തത് കൊണ്ട് തന്നെ മിസ്റ്റേക്കാണ് കേട്ടോ. ഇത് വലിയ പഴക്കമുള്ള ഈ ക്യാച്ചറൊക്കെ നമ്മൾ മാറ്റിയിട്ട് ഒരുപാട് ആയിട്ടില്ല. പുതിയ ക്യാച്ചറാണ് കിടക്കണത്. ഇപ്പോൾ നമ്മളിപ്പോൾ പുതിയതിപ്പോൾ നമ്മൾ ഇപ്പം എന്തെങ്കിലും തേമാനം വന്ന് പോയി ലോക്ക് ആവുള്ള കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ പുതിയതിപ്പോൾ നമ്മൾ മാറ്റിയിടാം. പക്ഷെ മാറ്റിയിട്ടാലും സംഭവിക്കാമെന്ന് നമ്മൾ അടയ്ക്കുന്നത് കൃത്യമായിട്ടല്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ഇതിങ്ങനെ ബാക്ക് സൈഡിലേക്ക് ഇറങ്ങിപ്പോരും, തേമാനം കൂടാനും സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ റെഡിയാക്കി ഇട്ടേക്കാം, നോക്കിയിട്ടൊന്ന് പറഞ്ഞാൽ മതി. അതേപോലെ തന്നെ നമ്മളതിൻ്റെ ക്ലച്ച് ഔട്ടറിൻ്റെ ഭാഗത്ത് നോക്കുമ്പോൾ ക്ലച്ച് ഔട്ടറിനകത്ത് നമുക്ക് അത്യാവശ്യം നേരത്തെ പറയാൻ പറ്റുപോയ കേസാണ്. ക്ലച്ച് ഔട്ടറിൻ്റെ ഉള്ളിലേക്ക് ശ്രദ്ധിച്ചാൽ ഈ ഭാഗത്ത് ക്ലച്ച് ഷൂ വന്ന് പിടിക്കുന്ന ഭാഗം നല്ല രീതിയിൽ സ്ക്രാച്ചസ് വന്നിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴത്തേക്കും കുറച്ച് പവർ അവിടെ നമുക്ക് സ്ലിപ്പായി പോകും. കാരണം ഈ ക്ലച്ച് ഷൂമേക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ ഷൂവിൻ്റെ അടുത്തും ചില സ്ഥലങ്ങളിൽ നോർമലായിട്ടുള്ള തേമാനം വന്നിട്ടുണ്ട്. ഇത് ശരിക്കും നമുക്ക് നല്ല രീതിയിലൊന്ന് വാട്ടർ പേപ്പറൊക്കെ ഇട്ടൊന്ന് പിടിച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. അതിന് ശേഷം ഈ ക്ലച്ച് ഔട്ടറൊന്ന് പോളിഷ് ചെയ്തിട്ടാണെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓൾറെഡി ഞാൻ പറയുന്നത് ഇടാൻ പോകുന്ന കൊട്ടേഷനിൽ അതിനകത്ത് പെടുത്തിയേക്കാം. ക്ലച്ച് ഷൂ കുറേ കൂടി കഴിഞ്ഞാൽ അടുത്ത സർവീസിലൊക്കെ നമ്മൾ നോക്കാം. വീണ്ടും ഇതേപോലെ പ്രോബ്ലം കാണിക്കണമെങ്കിൽ ക്ലച്ച് ഔട്ടറും ക്ലച്ച് ഷൂവും കൂടി മാറ്റിയിടണമാണ് സേഫ് കേട്ടോ. ഇപ്പം നമുക്കൊന്ന് പോളിഷ് ചെയ്ത് നോക്കാം. പിന്നെ ബാറ്ററിയുടെ കണ്ടീഷൻ നമ്മൾ നോക്കി. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ്. ബാറ്ററിയുടെ വോൾട്ടൊക്കെ നോക്കുമ്പോൾ 13 വോൾട്ട് വരുന്നുണ്ട്. പക്ഷേ നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഡൗൺ ആയി പോവാം. അതുകൊണ്ട് 8ലേക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ സ്വാഭാവികമായിട്ടും വലിയ താമസിച്ചാണ്ട് നമുക്ക് സെൽഫ് എടുക്കാൻ ബുദ്ധിമുട്ട് കാണിക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ ഒന്നും ചെയ്യണ്ട. ഇപ്പം നമ്മൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. പരമാവധി ഉപയോഗിക്കുക. പരമാവധി ഉപയോഗിച്ച് കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് മാറ്റിയാൽ മതി. ചില കേസിൽ നമുക്കിപ്പോൾ ഇങ്ങനെ കംപ്ലയിൻറ്റ് കാണിച്ചാലും അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാൻ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ ഒരു സജഷൻ പറഞ്ഞ് മാക്സിമം ഉപയോഗിച്ചിട്ട് മാറ്റിയാൽ മതി. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് പ്രതീക്ഷിക്കാം. കാരണം വലിയ താമസിച്ചാണ്ട് വന്നേക്കാം. അപ്പം പിന്നെ അതുപോലെ നമ്മളതിൻ്റെ സ്പീഡോമീറ്ററിൻ്റെ കേബിൾ പൊട്ടി കിടക്കുന്നതാണ്. അപ്പോൾ നമ്മളത് മാറ്റിയിടുന്നുണ്ട്. ബ്രേക്കിൻ്റെ കേബിളൊക്കെ നല്ല കേബിളാണ്, വേറെ പ്രശ്നമൊന്നുമില്ല. ബ്രേക്ക് ക്യാം അഴിച്ചൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. ഫ്രണ്ടിലെ ടയറായാലും അത്യാവശ്യം കണ്ടീഷനാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പുതിയ ടയർ കിടക്കുന്നത്.
നമ്മൾ ആ ഫ്രണ്ട് ശരിക്കും നമുക്ക് ഫ്രണ്ട് ടയർ വെട്ടി തേയാനായിട്ട് 2 കാരണങ്ങളാണ്. ഒന്ന് എൻജിൻ്റെ അലൈൻമെൻറ്റ്, അതായത് എൻജിൻ ചേസുമായി ബന്ധപ്പെട്ട് വരുന്ന ഹാങ്ങറിൻ്റെ അവിടുത്തെ ബുഷ് കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ആ പ്രോബ്ലം വരാം. BS6 മോഡൽ മറ്റേ പഴയ മോഡലിനെ അപേക്ഷിച്ച് താരതമ്യേന നല്ല ബിൽഡ് ക്വാളിറ്റിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് വേറെ പ്രോബ്ലം ഒന്നുമില്ല. എനിക്കൊരു പക്ഷേ തോന്നുന്നു ടയറിൻ്റെ പ്രോബ്ലം കൊണ്ട് വന്നതായിരിക്കാം. എങ്ങനെ നോക്കിയാലും സ്കൂട്ടർ മോഡലിൻ്റെ വലതുവശം ഒരല്പം തേയ്മാനം കൂടുതലായിരിക്കും. ഈ സൈഡ് ഒരുപാട് ക്രമാതീതമായിട്ട് തേഞ്ഞ് പോകണമെങ്കിലാണ് നമുക്കൊരു കംപ്ലൈൻറ്റ് എന്ന് പറയാൻ പറ്റുള്ളൂ. സാധാരണ അപേക്ഷിച്ച് ടയർ മാറ്റേണ്ട സമയമാകുമ്പോഴത്തേക്ക് ഈ സൈഡ് ഇച്ചിരി കൂടുതലായിട്ട് തേഞ്ഞ് പോകാറുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ബാക്കിലത്തെ സസ്പെൻഷൻ വന്നത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഒരു അലൈൻമെൻറ്റ് ചെറുതായിട്ട് റൈറ്റ് സൈഡിലേക്ക് വണ്ടി ഉണ്ടാകും. അപ്പോഴാണ് അത് ബാലൻസിങ് വരുള്ളൂ. അത് നോർമൽ വന്ന കേസാണ്. കൂടുതലായിട്ടുണ്ടെങ്കിൽ മാത്രം നമ്മൾ ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ അങ്ങനെ ഒരു കംപ്ലൈൻറ്റ് പറഞ്ഞതും പ്രകാരം നമ്മൾ ഫ്രണ്ട് ഷോക്കിൻ്റെ ആക്ഷനൊക്കെ നോക്കി ഫ്രണ്ട് ഫോർക്കിൻ്റെ ഭാഗം നമ്മൾ ലീക്കേജ് കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ട്. പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നുമില്ല. ഇപ്പം നിലവിൽ ലീക്കൊന്നുമില്ല. പക്ഷേ ഈ ഭാഗം പ്ലേറ്റിങ് പോയ അവസ്ഥയിലാണ് നിൽക്കണേ. വീഡിയോയിൽ കൃത്യമായിട്ട് കിട്ടുമെന്ന് അറിയില്ല. ഇവിടെ ഒരു കളർ ചേഞ്ച് കാണുന്നത് ഫോർക്കിൻ്റെ പൈപ്പ് കംപ്ലൈൻ്റ് ആയിരിക്കണം. അതിപ്പോൾ നമ്മൾ അഴിക്കണമെന്നില്ല. ലീക്കേജ് കാണിച്ചിട്ട് അഴിച്ചാൽ മതി. നെക്സ്റ്റ് സർവീസ് വയ്ക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് ചെയ്യേണ്ടി വന്നേക്കും കേട്ടോ. ഫ്രണ്ട് ഫോർക്ക് ലീക്ക് ആവുന്ന കണ്ടീഷൻ വരും. അപ്പോൾ ഫ്രണ്ട് ഫോർക്ക് ലീക്ക് ആയി കഴിയുമ്പോൾ നമ്മൾ അഴിച്ചിട്ട് അതിൻ്റെ പൈപ്പും ഓയിൽ കാര്യങ്ങളൊക്കെ മാറ്റി റീസെറ്റ് ചെയ്യാം. മാറ്റുമ്പോൾ രണ്ടും കൂടി ഒപ്പം ചെയ്യേണ്ടി വരും കേട്ടോ. ഫ്രണ്ടിലേക്ക് വരുമ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ട്. ചെയ്യുമ്പോൾ രണ്ടും കൂടി ചെയ്യുന്നതാണ് ഏറ്റവും നമുക്ക് ഗുണം. പിന്നെ അതിൻ്റെ സ്പാർക്ക് പ്ലഗൊക്കെ നമ്മളൊന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പ്ലഗ് നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളൂ, വേറെ കുഴപ്പമൊന്നുമില്ല. എയർ ഫിൽറ്ററിൻ്റെ കൂട്ടത്തിൽ തന്നെ പ്ലഗും മാറ്റിയിട്ടാണ്. എൻജിൻ ഓയിൽ ചെക്കപ്പാണ് പറഞ്ഞിരുന്നത്. ഞാൻ നോക്കുമ്പോൾ നല്ല ഓയിലാണ് ഇതിനകത്ത് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനിടയിൽ എപ്പോഴെങ്കിലും നമ്മൾ ഓയിൽ മാറ്റിയിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട്. കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ 1000 കിലോമീറ്റർ കൂടുതലാണ് ഓടിയേക്കുന്നത്. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഓയിലിൻ്റെ കണ്ടീഷൻ നോക്കുമ്പോൾ മോശമായിട്ടാണ് നല്ല ഓയിലായിട്ടാണ് തോന്നുന്നത് കേട്ടോ. മോശമായിട്ടില്ല. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 100% ഓയിലിൻ്റെ കളർ നോക്കിയിട്ട് ഓയിൽ മാറാറായിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ക്ലിയറായിട്ട് സർവീസ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓയിൽ കളർ കാര്യമായിട്ട് ചേഞ്ചിങ് വരില്ല. കാരണം അതിൻ്റെ ഉള്ളിൽ അത്ര അഴുക്കുണ്ടാവില്ല. അപ്പോൾ ഞാൻ ബാക്കിയത്തെ ഈ നിലവിൽ വന്നേക്കണ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം കേട്ടോ. ഞാൻ അതിൻ്റെ കൊട്ടേഷനും കൂടി ഇട്ടേക്കാം. അപ്പോൾ അതും ആയിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. അതിന് ശേഷം ഒന്ന് റിപ്ലൈ ചെയ്തേരെ. ഞാൻ അതനുസരിച്ച് വർക്ക് കംപ്ലീറ്റ് ചെയ്യും.